ശാന്തമായി ഒഴുകുന്ന ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ഈ കടൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാവിക യുദ്ധക്കളമായി മാറാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയേക്കാം. 2027 ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീല ജലാശയങ്ങളെ ഭേദിച്ച് ഒരു ചൈനീസ് കടൽ രാക്ഷസൻ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതെ, ചൈനയുടെ ഏറ്റവും പുതിയ, ഏറ്റവും വലിയ, ഏറ്റവും മാരകമായ വിമാനവാഹിനി കപ്പലായ ഫൂജിയാൻ അഥവാ ടൈപ്പ് 003 80,000 ടൺ ഭാരമുള്ള അത്യാധുനിക ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട് സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഈ പടക്കപ്പൽ കേവലം ഒരു കപ്പലല്ല, മറിച്ച് കടലിലൂടെ നീങ്ങുന്ന ഒരു വലിയ സൈനിക താവളം തന്നെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയായ ഫൂജിയാൻ പൂർണ്ണ സജ്ജമാകുന്നതോടെ ഏഷ്യയിലെ നാവിക ശക്തികളുടെ സന്തുലിതാവസ്ഥ തന്നെ മാറി മറിയും. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഈ കപ്പലിന്റെ കടത്തുവരവിൽ ഭയപ്പെടേണ്ടതുണ്ടോ? ഇന്ത്യയുടെ പക്കൽ ഇതിന് മറുപടിയുണ്ടോ? ഫുജിയാന്റെ ആഗമനത്തെ നേരിടാൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ഈ വീഡിയോയിലൂടെ ചൈനയുടെ ഈ പുത്തൻ ഭീഷണിയെക്കുറിച്ചും അതിനെ നേരിടാൻ ഇന്ത്യ ഒരുക്കുന്ന വമ്പൻ പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഫൂജിയാനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നാം PLAN അഥവാ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്ന ചൈനീസ് നാവികസേനയുടെ വളർച്ചാ ചരിത്രം കൂടി അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് വെറും ഒരു തീരദേശ സേന മാത്രമായിരുന്ന ചൈനീസ് നാവികസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറിയിരിക്കുന്നു. നിലവിൽ അവർക്ക് ലിയോണിംഗ്, ഷാൻഡോങ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇവ രണ്ടും പഴയ സോവിയറ്റ് ഡിസൈനിൽ നിർമ്മിച്ചവയാണ്. പോർവിമാനങ്ങൾക്ക് പറന്നുയരാൻ അവയിൽ സ്കീജം സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഇതിന് വലിയൊരു പോരായ്മയുണ്ട്. ഈ കപ്പലുകളിൽ നിന്ന് പൂർണ്ണമായും ആയുധങ്ങൾ നിറച്ച് ഭാരമേറിയ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ സാധിക്കില്ല. എന്നാൽ 2022 ജൂണിൽ ചൈന നീറ്റിലിറക്കിയ ഫുജിയാൻ എന്ന എയർക്രാഫ്റ്റ് കാരിയർ ഈ ചരിത്രം തിരുത്തിക്കുറിച്ചു. പൂർണ്ണമായും ചൈനയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഈ കപ്പൽ അമേരിക്കയുടെ വമ്പൻ സൂപ്പർ കാരിയറുകളോട് കിടപിടിക്കുന്നവയാണ്. നിലവിൽ ഫുജിയാൻ അതിൻ്റെ അതിസങ്കീർണമായ സീ ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 2026 അവസാനത്തോടെ ഇത് പൂർണ്ണ സജ്ജമാകുമെന്നും 2027 ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോന്തു ചുറ്റാൻ എത്തുമെന്നുമാണ് പ്രതിരോധ വിദഗ്ധരുടെ അനുമാനം. എന്തുകൊണ്ടാണ് ഫൂജിയാൻ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഒന്നാമതായി, ഈ കപ്പലിന്റെ ഭീമാകാരമായ വലിപ്പമാണ്. ഫൂജിയാന് ഏകദേശം 80,000 മുതൽ 85,000 ടൺ വരെ ഭാരമാണ് ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ ഭാരം 45,000 ടൺ മാത്രമാണെന്ന് ഓർക്കണം. അതായത് വിക്രാന്തിന്റെ ഇരട്ടിയോളം വലിപ്പമുണ്ട് ഫൂജിയാന്. രണ്ടാമതായി, ഈ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റമാണ്. ഇതാണ് ഫുജിയാന്റെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം. അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് കപ്പലുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ സാങ്കേതിക വിദ്യ ലോകത്തിൽ തന്നെ ആദ്യമായി തങ്ങളുടെ കപ്പലിൽ വിജയകരമായി സ്ഥാപിച്ചിരിക്കുകയാണ് ചൈന. പഴയ രീതിയിലുള്ള സ്റ്റീം കാറ്റപ്പൾട്ടുകൾക്ക് പകരം ശക്തമായ കാന്തിക ക്ഷേത്രം ഉപയോഗിച്ച് വിമാനങ്ങളെ പെട്ടെന്ന് മുന്നോട്ടേക്ക് തെറിപ്പിച്ച് പറത്താൻ ഈ സംവിധാനം ഫൂജിയാനെ സഹായിക്കുന്നു. മൂന്നാമതായി, ഈ കപ്പലിലുള്ള കൂടുതൽ ആയുധങ്ങളും അതിനുള്ള കൂടുതൽ സഞ്ചാര ദൂരവുമാണ്. ഹിമാൽ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ചൈനയുടെ ഏറ്റവും പുതിയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളായ J-35, മുൻനിര പോർവിമാനങ്ങളായ J-15T, കൂടാതെ ആകാശത്ത് നിന്ന് ശത്രുക്കളെ നിരീക്ഷിക്കാനും മുന്നറിയിപ്പ് നൽകാനും സഹായിക്കുന്ന KJ-600 തുടങ്ങിയ വിമാനങ്ങൾക്ക് പൂർണ്ണമായും ആയുധങ്ങളും ഇന്ധനവും നിറച്ച് ഫുജിയാനിൽ നിന്ന് പറന്നുയരാൻ സാധിക്കും. നാലാമതായി, ഈ കപ്പൽ വഹിക്കുന്ന വിമാനങ്ങളുടെ എണ്ണമാണ്. ഏകദേശം 50 മുതൽ 60 വരെ വിമാനങ്ങളെയും 20 ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കാൻ ഫുജിയാന് സാധിക്കും. അഭൂതപൂർവമായ ഈ സവിശേഷതകൾ ഫുജിയാനെ വെറും ഒരു വിമാനവാഹിനി കപ്പൽ എന്നതിലുപരി കടലിന് നടുവിൽ ചൈനയ്ക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്ന ഒഴുകുന്ന ഒരു വ്യോമത്താവളമാക്കിയാണ് മാറ്റുന്നത്. എന്നാൽ ചൈനയ്ക്ക് അവരുടെ ഫൂജിയാനെ സൗത്ത് ചൈന കടലിൽ മാത്രം ഒതുക്കി നിർത്താൻ താല്പര്യമില്ല. ബീജിങ്ങിന്റെ ലക്ഷ്യം വളരെ വലുതാണ്.
2027 എന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സായുധ സേനയായ PLAയുടെ 100ാം വാർഷികമാണ് എന്നിരിക്കെ ആ വർഷം തങ്ങളുടെ നാവിക ശക്തി ലോകത്തിനു മുന്നിൽ, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇന്ത്യക്കും മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഷീ ജിൻപിങ് ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ വേദിയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള എണ്ണയുടെയും വാതകങ്ങളുടെയും 80% കടന്നു വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം വഴിയും മലാക്ക കടലിടുക്ക് വഴിയുമാണ് എന്നതാണ് ഇതിന് കാരണം. ഈ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ കാലങ്ങളായി സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രമാണ് ചൈന പയറ്റുന്നത്. പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, മ്യാൻമാറിലെ ക്വിക്പ്യൂ, ആഫ്രിക്കയിലെ ജിബൂട്ടി തുടങ്ങിയ തുറമുഖങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. നാളെ ഒരു സീനോ ഇന്ത്യൻ യുദ്ധമുണ്ടായാൽ, ഇന്ത്യ മലാക്ക കടലിടുക്ക് ഉപരോധിച്ചാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ ശ്വാസം മുട്ടി മരിക്കും. ഈ മലാക്ക ദലൈമ മറികടക്കാനും പാകിസ്ഥാൻ അടക്കമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകാനും ഇന്ത്യൻ നാവികസേനയെ അവരുടെ സ്വന്തം സമുദ്രത്തിൽ വെല്ലുവിളിക്കാനും ഫുജിയാൻ ഉൾപ്പെടുന്ന ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ 2027 ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കാൻ ചൈന പദ്ധതിയിടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഫുജിയാനെ പോലൊരു ഭീമൻ കപ്പലിനെ നേരിടാൻ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ എന്തൊക്കെയുണ്ട്? നിലവിൽ ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് INS വിക്രമാദിത്യ. റഷ്യയിൽ നിന്നും വാങ്ങിയ ഈ പടകൂറ്റൻ കപ്പൽ 45,000 ടൺ ഭാരമുള്ളതും MiG-29K പോർ വിമാനങ്ങളെ വഹിക്കുന്നതുമാണ്. രണ്ടാമത്തേത് INS വിക്രാന്ത് ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഏകദേശം 45,000 ടൺ ഭാരമാണ് ഉള്ളത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഇതിന് ഏകദേശം 45,000 ടൺ ഭാരമാണ് ഉള്ളത്. ഈ 2 കപ്പലുകളും ചൈനയുടെ പഴയ കപ്പലുകളെ പോലെ സ്കീ ജംപ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് വിമാനങ്ങൾക്ക് പറന്നുയരാൻ അമേരിക്കയുടെയോ ഫുജിയാന്റെയോ പോലെയുള്ള കാറ്റാപ്പൾട്ട് സംവിധാനം ഇന്ത്യയുടെ പക്കലില്ല. മാത്രമല്ല, ഇന്ത്യ 3ാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന കാര്യം വർഷങ്ങളായി ചർച്ചയിലാണെങ്കിലും അതിന്റെ വലിയ ചെലവ് കാരണം ഈ പദ്ധതി ഇതുവരെ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണത്തിലും വലിപ്പത്തിലും നമ്മൾ ചൈനയ്ക്ക് പിന്നിലാണോ എന്ന്. അതെ, വലിപ്പത്തിന്റെ കാര്യത്തിൽ നാം അല്പം പിന്നിലാണ്. പക്ഷേ ഒരു വിമാനവാഹിനി കപ്പലിനെ നേരിടാൻ മറ്റൊരു വിമാനവാഹിനി കപ്പൽ തന്നെ വേണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രീകരിക്കുന്നത്. ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാൽ അതിനെ തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന അതിബുദ്ധിപരമായ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതിരോധ വിദഗ്ധർ ഇതിനെ ആന്റി ആക്സസ് ഏരിയ ഡിനയൽ അഥവാ A2/AD എന്നാണ് വിളിക്കുന്നത്. ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത് വെള്ളത്തിനടിയിലൂടെ ശബ്ദമുണ്ടാക്കാതെ വരുന്ന അന്തർവാഹിനികളാണ്. ഇന്ത്യൻ നാവികസേന അതിനായി വൻ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. ഫ്രഞ്ച് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ നിർമ്മിച്ച സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ ഇന്ന് നമ്മുടെ സേനയുടെ ഭാഗമാണ്. കൂടാതെ വായുവിന്റെ സഹായമില്ലാതെ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന AIP അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ പ്രോജക്ട് 75 വഴി ഇന്ത്യ വികസിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ സ്വന്തം ആണവ അന്തർവാഹിനികളായ INS അരിഹന്ത്, INS അരിഘട്ട്, INS അരിദമൻ എന്നിവയും ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് കടലിനടിയിൽ കാവലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂപ്രകൃതി നന്നായി അറിയുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് ചൈനീസ് കപ്പലുകളെ കടലിനടിയിൽ നിന്ന് ടോർപിഡോകൾ ഉപയോഗിച്ച് തകർക്കാൻ വളരെ എളുപ്പമാണ് എന്നോർക്കുക. കൂടാതെ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ ആയുധമാണ് ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടുക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും അത്ര എളുപ്പം സാധിക്കില്ല. ഇന്ത്യ തഞ്ചാവൂരിൽ പ്രത്യേകമായ ഒരു സുഖോയ് Su-30 MKI സ്ക്വാഡ്രൺ വിന്യസിച്ചിട്ടുണ്ട്. ഈ വിമാനങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇൻഫ്ലൈറ്റ് റീഫ്യൂവലിംഗ് വഴി ഈ സുഖോയ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏത് കോണിലും പറന്നെത്തി ശത്രു കപ്പലുകൾക്ക് മേൽ വൻ നാശം വിതയ്ക്കാൻ സാധിക്കും. ഫുജിയാൻ കപ്പലിന് മേൽ ഒരേ സമയം പല ദിശകളിൽ നിന്ന് ഒന്നിലധികം ബ്രഹ്മോസ് മിസൈലുകൾ പതിച്ചാൽ അത് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അനുബന്ധമായി വിക്രാന്തിലും വിക്രമാദിത്യയിലും ഉപയോഗിക്കുന്ന പഴയ റഷ്യൻ MiG-29K വിമാനങ്ങൾക്ക് പകരം ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫാൽ M ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിക്കും. ഇതിനെല്ലാം പുറമെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ
ചൈനയെ നേരിടാൻ ഇന്ത്യക്ക് പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയ ഒരു മുങ്ങാത്ത വിമാനവാഹിനി കപ്പൽ. അതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. മലാക്ക കടലിടുക്കിന്റെ തൊട്ടു മുൻപിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ദ്വീപുകൾ കടന്നേ തീരൂ. ഇന്ത്യ ഇപ്പോൾ ഈ ദ്വീപുകളിൽ വൻതോതിൽ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റൺവേകൾ, യുദ്ധവിമാനങ്ങൾ, പോസിഡോൺ P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ, മിസൈൽ ബാറ്ററികൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഫുജിയാൻ മലാക്ക കടലിടുക്ക് കടക്കുന്ന നിമിഷം മുതൽ ഈ കപ്പൽ ആൻഡമാനിലെ അതിശക്ത ഇന്ത്യൻ റഡാറുകളുടെയും മിസൈലുകളുടെയും പരിധിയിലായിരിക്കും. ഇത് വലിയൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക് നൽകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു സൈനിക യുദ്ധം മാത്രമല്ല, മറിച്ച് ഒരു നയതന്ത്ര യുദ്ധം കൂടിയാണ്. ചൈനയുടെ ഏകാധിപത്യ സ്വഭാവം ഇന്ത്യക്ക് മാത്രമല്ല ഭീഷണി. അതുകൊണ്ടാണ് ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ക്വാഡ് അഥവാ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. മലബാർ നാവിക അഭ്യാസത്തിലൂടെ ഈ രാജ്യങ്ങൾ സംയുക്തമായി യുദ്ധതന്ത്രങ്ങൾ മെനയാറുണ്ട്. നാളെ ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ഒറ്റയ്ക്കായിരിക്കില്ല അവരെ നേരിടുക. അമേരിക്കൻ നാവികസേനയുടെയും സഖ്യകക്ഷികളുടെയും പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. ജിബൂട്ടിയിലും ഗ്വാദറിലുമുള്ള ചൈനീസ് താവളങ്ങൾ ഇതിലൂടെ ന്യൂഡൽഹിക്ക് എളുപ്പത്തിൽ നിഷ്ക്രിയമാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ചൈനയുടെ ഫൂജിയൻ വിമാനവാഹിനി കപ്പൽ കടലിലെ ഒരു അത്ഭുതം തന്നെ ആയിരിക്കാം. 80,000 ടൺ ഭാരവും കാറ്റാപൾട്ട് സംവിധാനവും ഒക്കെ വെച്ച് ഒരുപക്ഷെ അവർ 2027 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തി പ്രകടനം നടത്താൻ വന്നേക്കാം. അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ്. എന്നാൽ ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയും വെറുതെ ഇരിക്കുകയല്ല. ഒരു പുതിയ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നതിന് പകരം ശത്രുവിന്റെ കപ്പലുകളെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തകർക്കാൻ കഴിയുന്ന സ്മാർട്ടായ തന്ത്രങ്ങളാണ് ഇന്ത്യ മെനയുന്നത്. അത്യാധുനിക അന്തർവാഹിനികൾ, പുതിയ തലമുറ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ച സുഖോയ് വിമാനങ്ങൾ, ആൻഡമാൻ നിക്കോബാർ എന്ന നമ്മുടെ മുങ്ങാത്ത കോട്ട, ഒപ്പം ക്വാഡ് എന്ന ശക്തമായ രാജ്യാന്തര സഖ്യവും. ഇതെല്ലാം ചേരുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം ചൈനയ്ക്കൊരു എളുപ്പമുള്ള കളിക്കളമാകില്ല എന്നത് ഉറപ്പാണ്. 100 വർഷമായി വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കുന്ന അമേരിക്കൻ നാവികസേന പോലും തങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യകളിൽ ബുദ്ധിമുട്ടുമ്പോൾ യാതൊരു മുൻപരിചയവുമില്ലാത്ത ചൈന എത്രമാത്രം വിജയകരമായി ഇത് പ്രാവർത്തികമാക്കും എന്നത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വരും വർഷങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രം കൂടുതൽ കലുഷിതമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ നാവികസേന ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്നതും ഇന്ത്യയുടെ ശത്രുക്കൾ മറക്കരുത്. ജയ് ഹിന്ദ്.